ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നാളായി വീഡിയോസ് ഇട്ടിട്ട്. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഡയലോഗാണ്, ബിസി ആയിപ്പോയി, അതുകൊണ്ട് സമയമൊന്നും കിട്ടിയില്ല. ഇപ്പോൾ 1-2 ദിവസം ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ മോസ്കോയിൽ ദിനോമ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് കാണാമെന്നാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കുറച്ച് ഇവിടുത്തെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് സ്പോട്ട്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ ശോകം ക്ലൈമറ്റാണ്, കാരണം ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് പോരാ, പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു 10-12 ഡിഗ്രി ആ ഒരു റേഞ്ചാണ് തണുപ്പ് വരുന്നത്. പിന്നെ തിരക്കൊന്നുമില്ല ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ സമയം ഇവിടെ രാത്രി 8 മണിയായി, അതുകൊണ്ട് തന്നെ തിരക്കില്ല. പിന്നെ ആ ഒരു ഭാഗത്ത് യാർഡുകളാണ്, ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് മറ്റേ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്ന ചെറിയൊരു സെറ്റപ്പ്, പിന്നെ അടിപൊളി സെറ്റപ്പാണ്. പിന്നെ അതിൻ്റെ അപ്പുറമേ ടർഫാണ് കേട്ടോ, ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. അവിടെയും ടർഫാണ്, അവിടെയും ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ആഴം എനിക്ക് തോന്നുന്നത് ചെറിയൊരു ആഴമുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അടുത്തായിട്ടൊന്ന് പോയി നോക്കാം. പിന്നെ എല്ലാവരോടും കൂടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഡിലേ ആണ്. പിന്നെ ഒരു പീക്ക് സമയത്ത് ചെറിയ ഫ്ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ പുതിയതായിട്ട് വരുന്ന പിള്ളേർ അനുഭവപ്പെട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പൈസയുടെ മൂല്യം പിന്നെയും കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്കിപ്പോഴും കുറച്ചധികം വേക്കൻസീസ് വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 15 വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമുക്ക് ബിടെക് കംപ്ലീറ്റ് ചെയ്തവരാണ് ആവശ്യമുള്ളത്. ബിടെക് മെക്കാനിക്കൽ, ഓട്ടോമൊബൈലും ഒക്കെയാണ്. അപ്പോൾ ജോലി വരുന്നത് നമ്മുടെ ഡിസൈനിങ്, പിന്നെ മോൾഡിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജോബിൻ്റെ ജോബ് റോള് വരുന്നത്. അപ്പോൾ ഏകദേശം നല്ല പാക്കേജ് ഉണ്ട്. ഏകദേശം ഒരു 1 ലക്ഷം to 1.10 വരെ റൂബിൾസ് സാലറി ഉണ്ട്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഫുഡ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഏകദേശം ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കയറി വരാം. 2 ഇൻ്റർവ്യൂ ഉണ്ടാവും കേട്ടോ. 2 ഇൻ്റർവ്യൂ പാസ്സായാലാണ് നിങ്ങൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. പിന്നെ നല്ല കമ്പനിയാണ്. കമ്പനി ഡീറ്റെയിൽസൊക്കെ എനിക്ക് DM ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞുതരാം. പിന്നെ അത്യാവശ്യം പ്രൊഫഷണൽ ജോലി ആയതുകൊണ്ട് തന്നെ വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത്യാവശ്യം നോളജ് വേണം. അതായത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയണം. അത് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്തൊക്കെ തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഞാൻ പറയാം. ഏകദേശം 15 വേക്കൻസി ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇതുണ്ട്, ഇതിൽ ഈ റിങ് ഇട്ടേക്കണുണ്ട്. ഈ റിങ് ഇട്ടേക്കണതിൻ്റെ അപ്പുറമേ നമുക്ക് പോകാൻ പാടില്ല, അവിടെ ആഴം കൂടുതലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് മണ്ണാണ്, വലിയ താന്നൊന്നും പോവില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ്. 2 പേരും അവിടെ തല്ലുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ബോൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അവിടെ ഞാൻ സൂം ചെയ്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഈ സെറ്റപ്പ് നോക്കി കിടിലൻ സെറ്റപ്പ് അല്ലേ. അവിടെ ഫുള്ള് ബോട്ട്, യാർഡ്, അങ്ങനത്തെ പരിപാടിയാണ്. ഒരു സ്പീഡ് ലോഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലബ്സ്, അങ്ങനത്തെ പരിപാടികളാണ്. നമുക്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് വെള്ളി, ശനി, ഞായർ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുള്ള ദിവസങ്ങളായിരിക്കും മേ ബി അത് ഓപ്പൺ ആവുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സീസണിൽ ഈ പൂ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുല്ലപ്പൂവിൻ്റെയൊക്കെ മണമാണ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ പൂ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഫുള്ള് യാർഡാണ്, ഫുള്ള് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ള്. എനിക്ക് തോന്നുന്നത് ഇവർ ഇപ്പോൾ റൈഡ് പോകാനായിട്ട് പ്രിപ്പയർ ആവുമെന്ന് തോന്നുന്നു. കണ്ടോ, കുറച്ചൊരു ബോട്ടിൽ ഫ്ലൈയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പീഡ് ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത്രയും പേരായിട്ടാണ് വന്നത്. ഇത് സാമി, എലീന, സിദ്ദിഖ്, ആമിന, ഇത് റാഷിദ്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ജസ്റ്റ് ഒന്ന് സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ. മൊത്തത്തിലൊരു ക്ലബ്ബ് സെറ്റപ്പാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫുട്ബോള്, വോളിബോള്, അങ്ങനെ പിന്നെ ക്യാരംസ്, ബെറ്റിങ്, ഇതിൻ്റെ ഉള്ളിൽ ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. അതാണ് സാമി.
ഇവിടെ ഇപ്പോൾ ഇന്ന് മാച്ചൊന്നുമില്ല, അവിടെ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഫുള്ള് ഷോട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ മറ്റേ യാർഡിലോട്ട് പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. വേറൊരു ദിവസം പോകുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇനി മുതൽ നമ്മൾ വീക്ക്ലി 2 വീഡിയോ വെച്ച് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഇവിടെ കുറച്ചുകൂടെ അപ്ഡേഷൻസ് റഷ്യയിൽ വരുന്നുണ്ട്, ജോബ് വേക്കൻസീസും വരുന്നുണ്ട്, അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഏജൻറ്റ് വഴിയോ ഏതെങ്കിലും ഏജൻസി വഴിയോ നിങ്ങൾ റഷ്യയിലോട്ട് വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പെട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്നെ വിളിക്കാം, പറ്റുന്ന ഹെൽപ്പ് ചെയ്തു തരാം. പിന്നെ അത് മാത്രമല്ലാണ്ട് മോസ്കോയിലുള്ള ആരെങ്കിലുമൊക്കെ വർക്ക് വിസ ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഉള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോലി അവൈലബിൾ ആണ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.